ഫ്രഷ് ബ്രെഡിനൊപ്പം വറുത്ത മുട്ടയും കുറച്ച് പച്ചക്കറിയും, ഒപ്പം എല്ലാത്തിനും മുകളിൽ കുറച്ച് അമൂൽ ചീസും. അതാണ് ഫ്രൈഡ് എഗ് ചീസ് സാൻഡ്വിച്ച്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് വീട്ടിലുണ്ടാക്കാം. ആവശ്യമായ ചേരുവകൾ ഇതെല്ലാമാണ്: 1 ടേബിൾ സ്പൂൺ അമൂൽ ബട്ടർ, 1 ടേബിൾ സ്പൂൺ അമൂൽ ചീസ് സ്പ്രെഡ്, 2 സ്ലൈസ് അമൂൽ ചീസ്, 2 മുട്ട, 3 സ്ലൈസ് മുഴു ഗോതമ്പ് ബ്രെഡ്, 1 മീഡിയം സൈസ് തക്കാളി, 1 മീഡിയം സൈസ് ഉള്ളി, 1 പിടി ചീര, 1/4 ടീസ്പൂൺ സാൻഡ്വിച്ച് മസാല, ഉപ്പും കുരുമുളക് പൊടിയും രുചിക്ക് അനുസരിച്ച്. 1 ടേബിൾ സ്പൂൺ അമൂൽ ബട്ടർ ഒരു നോൺ സ്റ്റിക് പാനിൽ ചൂടാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. വെണ്ണ ഉരുകി തുടങ്ങുമ്പോൾ ഒരു ചട്ടകം കൊണ്ട് അത് ചട്ടിയിൽ സ്പ്രെഡ് ചെയ്യുക. ഇനി ഒരു മുട്ട ശ്രദ്ധയോടെ നടുവിൽ പൊട്ടിച്ച് ചട്ടിയിൽ ഒഴിക്കുക. മുട്ടയുടെ ഉണ്ണി പൊട്ടാതെ നോക്കണം കേട്ടോ. മുട്ട പാതി വേവാകുമ്പോൾ ഉണ്ണി ഒരു ഫോർക്ക് കൊണ്ട് പൊട്ടിക്കുക. മഞ്ഞ വെള്ളയിലേക്ക് ഒലിച്ചിറങ്ങണം. ഒരു അടിസ്ഥാന രുചിക്ക് വേണ്ടി ഇതിൽ കുറച്ച് ഉപ്പും 1 നുള്ളു കുരുമുളക് പൊടിയും ചേർക്കുക. ക്രമേണ മുട്ടയുടെ അരികുകൾ ദൃഢമാകും. സാവധാനത്തിൽ മുട്ട മറിച്ചിടുക. പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് പാനിൽ നിന്ന് നീക്കുക. ഇതുപോലെ അടുത്ത മുട്ടയും വറുത്തെടുത്ത് നീക്കി വെക്കുക. സാൻഡ്വിച്ചുകൾ ചേർത്ത് വെക്കേണ്ട ഭാഗത്തേക്ക് നമുക്കിനി കടക്കാം. 3 ബ്രെഡ് പീസുകൾ എടുത്ത് അവയിൽ അമൂലിന്റെ വെണ്ണ ധാരാളമായി സ്പ്രെഡ് ചെയ്യുക. ഇനി 1 സ്പൂൺ ചീസ് ഇതിന്റെ മുകളിൽ മറ്റൊരു ലെയറായി സ്പ്രെഡ് ചെയ്യുക. അടുത്തതായി ഉള്ളിയും തക്കാളിയും പറ്റാവുന്നത്ര കനം കുറച്ച് മുറിക്കുക. തക്കാളി, ഉള്ളി, അരിഞ്ഞ ചീര എന്നിവ 2 കഷ്ണങ്ങളിൽ ചേർക്കുക. നിങ്ങളൊരു വെജിറ്റബിൾ ഫാൻ അല്ലെങ്കിൽ ഇവ ഒഴിവാക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എരിവിഷ്ടമാണെങ്കിൽ സാൻഡ്വിച്ച് മസാലയും ഇതിൽ ചേർക്കാം. അതിനുശേഷം വറുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒരു ലെയറായി ഇതിൽ വെക്കുക. അതിനു മുകളിൽ അമൂൽ ചീസ് സ്ലൈസും വെക്കണം. ഇനി തയ്യാറാക്കിയ ഒരു ബ്രെഡിന്റെ മുകളിൽ തയ്യാറാക്കിയ മറ്റേ സ്ലൈസ് ബ്രെഡ് എടുത്തു വെക്കുക. ഇനി ഏറ്റവും മുകളിൽ 3ാമത്തെ ബ്രെഡ് പീസ് കൊണ്ട് കവർ ചെയ്യുക. നിങ്ങളുടെ പ്ലേറ്റിൽ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു ഒന്നാം തരം ചീസി എഗ്ലീഷ്യസ് സാൻഡ്വിച്ച്. ഉണ്ടാക്കാൻ എളുപ്പം, കഴിക്കാൻ രുചികരം, ഒപ്പം ആരോഗ്യകരവും.